മലയാള ഭാഷയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഗാന്ധിജി എന്ന്. ചിലർ കുഞ്ഞുണ്ണി മാഷെന്നും പറയുന്നുണ്ട്. കെ കരുണാകരന്റെ ഫോട്ടോ കാണിച്ച് ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു ഇതൊരു ആക്ടർ അല്ലേ, പേര് മറന്നുപോയി എന്ന്. EMSന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ പറയുന്നു AK ആന്റണിയാണെന്ന്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ APJ അബ്ദുൽ കലാം അല്ലേ എന്ന് ചിലർ തിരിച്ചു ചോദിക്കുന്നു. സ്ട്രീറ്റ് ഇന്റർവ്യൂ പോലൊരു ചാനൽ പരിപാടിയിൽ ന്യൂ ജനറേഷൻ പിള്ളേർ കൊടുക്കുന്ന മറുപടികളാണിത്. സ്വാഭാവികമായും ഇതൊക്കെ കണ്ട് ഞെട്ടിത്തരിച്ച് ആകുലരായി നിൽക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അതാണ് 90s കിഡ്സ്. ഇവരിങ്ങനെ ബുദ്ധിയും വിവരവും ഇല്ലാത്തവരായി പോയല്ലോ. പുതുതലമുറ പോക്ക് ഇതെങ്ങോട്ടാണ്? വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റേണ്ടി വരുമോ? നമ്മുടെ നാട് ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇവരെയൊന്നും അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഒരുങ്ങിക്കെട്ടി സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ പോകുന്നത്? തുടങ്ങിയ നാനാവിധ ചിന്തകളാണ് ഇതൊക്കെ കാണുന്ന 90s കിഡ്സിന്റെ മനസ്സിലൂടെ പോകുന്നത്. ഇത് പറയാൻ കാരണം ഇതേ സംഭവത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് കണ്ട ഒരു FB കുറിപ്പാണ്. ചരിത്രത്തെക്കുറിച്ചും ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും ഒന്നും അറിയാതെ, മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പുതുതലമുറ ഒരു വലിയ പ്രശ്നത്തിലേക്കല്ലേ പോകുന്നത് എന്നൊരു ആശങ്കയായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. സത്യത്തിൽ ഇതൊരു വലിയ പ്രശ്നമാണോ? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇത്തരം പരിപാടികളെ കുറിച്ച് പറയാം. പുറത്തൊക്കെ വളരെ പ്രചാരമുള്ള ഒരു പരിപാടിയാണ് ഇങ്ങനെ തെരുവിലൂടെ പോകുന്ന റാൻഡമായ ആളുകളോട് ഏതെങ്കിലും സെലിബ്രിറ്റീസിന്റെ ഫോട്ടോ കാണിച്ച് ഇവരെ അറിയാമോ എന്ന് ചോദിച്ച് വീഡിയോ ഉണ്ടാക്കുന്ന പരിപാടി. അറിയില്ല എന്ന് പറയുന്നതും പൊട്ടത്തരം പറയുന്നതും ഒക്കെ ആയിരിക്കും കോണ്ടന്റിനെ വൈറലാക്കുക. പൊതുവെ യൂത്തിനോടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. സോഷ്യൽ റിഫോമേഴ്സിന്റെ ഫോട്ടോസ് ഒക്കെ കാണിച്ച് ഇവരാരാണെന്ന് ചോദിച്ചാൽ പൊതുവെ അറിയില്ല എന്നായിരിക്കും പലരും പറയുക. പകരം സിനിമ ആൻഡ് പോപ്പ് താരങ്ങളെ കാണിച്ചാൽ പെട്ടെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ അതിന്റെ അടിയിൽ കുറെ പേർ ഇതൊന്നും അറിയാത്തവരെ കളിയാക്കി കുറെ കമന്റ്സ് ഇടും. ഇങ്ങനെ ഞാൻ കണ്ട ഒരു വീഡിയോയിൽ അവർ കാണിച്ച ഒരു പിക്ക് റോസാ പാർക്കിന്റേതായിരുന്നു, മറ്റൊന്ന് റിഹാനയുടേതും. റോസാ പാർക്കിനെ ആർക്കും അറിയില്ല, റിഹാനയെ എല്ലാവർക്കും അറിയാം. പോരെ പൂരം. അതുപോലെ ഒബാമയെയും ഐസക് ന്യൂട്ടനെയും ഐൻസ്റ്റൈനെയും ഒക്കെ കാണിക്കുമ്പോൾ അതിഭയങ്കര പൊട്ടത്തരം പറയുന്നതും കാണാം. വേറൊന്ന് ചില സിമ്പിൾ കണക്കുകൾ സോൾവ് ചെയ്യാൻ പറയലാണ്. ഉദാഹരണത്തിന് നിങ്ങളോട് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം ചോദിക്കുന്നു, നിങ്ങൾ ജനിച്ച വർഷം ചോദിക്കുന്നു. അതിനുശേഷം നിങ്ങളൊരു 5 വർഷം മുമ്പാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം എന്തായിരിക്കുമെന്ന് ചോദിക്കുന്നു. 5 വർഷം മുമ്പാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം 5 വയസ്സായിരിക്കുമെന്ന സിമ്പിൾ സംഭവം ഓർക്കാതെ വല്ലാതെ വിയർത്ത് എന്തെങ്കിലുമൊക്കെ കണക്ക് കൂട്ടി പറയുന്നത് കാണുമ്പോൾ വീട്ടിലിരുന്ന് ഇതൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്മൾക്ക് ഇതെത്ര നിസ്സാരം എന്ന തോന്നലും ഉത്തരം പറയാത്തവരോട് പുച്ഛവും നമ്മളെന്തോ വലിയ സംഭവമാണെന്ന തോന്നലും ഒക്കെ അങ്ങ് വരുന്നു. അല്ലെങ്കിലും ഇപ്പോഴത്തെ ജനറേഷൻ അത്ര പോരാ എന്നൊരു തോന്നലുണ്ടാകുന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത്? യഥാർത്ഥത്തിൽ പുതുതലമുറ അത്ര കുഴപ്പമാണോ? എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാം. റോഡിലൂടെ വേറെ വല്ലതുമൊക്കെ ആലോചിച്ച് പോകുമ്പോൾ ആരെങ്കിലും വന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ പെട്ടെന്ന് മൈൻഡ് ബ്ലാങ്ക് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കൂടെ ക്യാമറ കൂടി കാണുമ്പോൾ ആകെ ഒരു പരിഭ്രമത്തിൽ ചോദ്യം മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ മലയാള ഭാഷയുടെ പിതാവ് എന്ന് കേൾക്കുമ്പോൾ രാഷ്ട്രപിതാവ് എന്ന് കൂടി പഠിച്ചിട്ടുള്ള നമ്മുടെ തല പെട്ടെന്ന് ഇത് ഏത് പിതാവാണെന്ന കൺഫ്യൂഷനിൽ ചാടിക്കേറി ഗാന്ധിജി എന്നങ്ങ് പറഞ്ഞു കളയും. ഇനി മറ്റൊരു കാര്യം, കെ കരുണാകരൻ, ആന്റണി തുടങ്ങിയവരെ 90s കിഡ്സിന് അറിയുന്ന പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാൻ സാധ്യതയില്ല. നമ്മൾ വാർത്തകളിലും മറ്റും സ്ഥിരമായി കണ്ടിരുന്ന ആളുകളായിരുന്നതുകൊണ്ട് പുതുതലമുറയിലുള്ളവർക്ക് അവരെയൊന്നും അറിയാത്തത് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്നതാണ്. നമ്മുടെ കാര്യവും ഇത് തന്നെയായിരിക്കും. വേറൊന്ന്, ഇതൊന്നും അറിയാത്ത ആളുകൾ എല്ലാ ജനറേഷനിലും ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ജനറേഷനിലും ഉണ്ട് എന്നത് സൗകര്യപൂർവ്വം നമ്മളങ്ങ് മറക്കുന്നു. അതായത് 90s കിഡ്സ് ആയാലും അതിന് മുൻപുള്ളവരായാലും ലോകവിവരമുള്ളവർ, GK ഉള്ളവർ, അതൊന്നും ഇല്ലാത്തവർ, അങ്ങനെ 2 തരം ആളുകളുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. കുറച്ച് പിള്ളേരെ നോക്കി ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിവില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വേറൊരു കാര്യം, ലോകം മുന്നോട്ട് പോകുന്തോറും അറിയാനുള്ള കാര്യങ്ങൾ കൂടി വരുംതോറും പഴയ കാര്യങ്ങൾ അപ്രസക്തമാകും എന്നതാണ്. വേദനിപ്പിക്കുന്ന ഒന്നാണെങ്കിലും ഇതൊരു സത്യമാണ്. നമ്മൾ പഠിച്ചു വെച്ച അതേ രീതിയിലായിരിക്കണം എന്നില്ല പുതുതലമുറ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ തലമുറയായാലും അതല്ല 90s കിഡ്സിന്റെ സ്കൂൾ കാലമായാലും അതിന് മുൻപുള്ളവരുടെ കാലമായാലും മൈക്കും എടുത്തു ചെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ഉത്തരം കിട്ടുക എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇത് വെച്ചൊരു തലമുറയെ വിലയിരുത്താൻ കഴിയില്ല എന്ന് തോന്നുന്നു. സാങ്കേതികമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്തോറും രാഷ്ട്രീയവും സാമൂഹികവുമായ കാര്യങ്ങളിൽ പുതുതലമുറ ഇഗ്നോറന്റ് ആകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.